നമ്മളെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 31 മുതൽ 47 വരെയുള്ള വാക്യങ്ങളില് പുത്രനെ കുറിച്ചുള്ള സാക്ഷ്യം, ദ വിറ്റ്നസ് ടു ദ സൺ എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ചിന്തിച്ച ആശയങ്ങൾ 31-ാം വാക്യത്തിൽ കർത്താവ് താൻ തന്നെ പറയുന്നു, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ദ വിറ്റ്നസ് ഓഫ് ദ സൺ, യേശുക്രിസ്തു തന്നെ കുറിച്ച് സാക്ഷ്യം പറയും. 32-ാം വാക്യത്തിലാണ് ദ വിറ്റ്നസ് ഓഫ് ദ സ്പിരിറ്റ്, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകും എന്ന് കർത്താവ് പറയും. 3-ാമത്തെ സാക്ഷ്യം നമ്മൾ കണ്ടു, യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യമാണ് 3-ാമത് നമ്മൾ കണ്ടത്. 4-ാമത് അത് 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ്. 36-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു, ആ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം പറയും. ദ വിറ്റ്നസ് ഓഫ് ഹിസ് വർക്ക്സ്, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെ സാക്ഷ്യം. 5-ാമത് നമ്മൾ ചിന്തിച്ചത് ദ വിറ്റ്നസ് ഓഫ് ദ ഫാദർ. അത് 37 മുതൽ 38 വാക്യങ്ങളിലാണ്. പിതാവ് പുത്രനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം. എൻ്റെ പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ലോകത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം അത് തന്നെയാണ്. പുത്രനെ കുറിച്ച് പിതാവ് പറഞ്ഞ സാക്ഷ്യമാണ്. 6-ാമത്തെ സാക്ഷ്യം 39-ാം വാക്യത്തിലാണ്. കണ്ടോ? 39-ാം വാക്യത്തിൽ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. ഒടുവിലത്തെ വാചകം, അവ എനിക്ക് സാക്ഷ്യം പറയും. കണ്ടോ? കൃത്യമായിട്ട് പറയാം, അവ എനിക്ക് സാക്ഷ്യം പറയും. അപ്പോൾ തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഈ കാര്യം യഹൂദ ജനത്തിനു മുമ്പിൽ പറയുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകൾ മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പ്രവചനം വരെയുള്ള പുസ്തകങ്ങൾ മാത്രമേ അന്നുള്ളൂ. ആ പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ആ പുസ്തകങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, ഉൽപ്പത്തി മുതൽ നിങ്ങൾ ശോധന ചെയ്യുന്ന, നിങ്ങൾ പഠിക്കുന്ന തിരുവെഴുത്ത്, മലാഖി വരെയുള്ള തിരുവെഴുത്ത് എന്നെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ പിന്നീട് ഞാനത് വിശദമാക്കാനൊന്നും സമയമില്ല. നമ്മൾ വളരെ ചുരുക്കമായിട്ട് ചിന്തിച്ചു പോവുകയാണ്. ആവുന്നത്ര പരിമിതപ്പെടുത്തിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞത് മലയാളത്തിൽ എഴുതി നമ്മൾ വായിച്ചാൽ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതെന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നുള്ള അർത്ഥമാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഓർക്കുന്നല്ലോ. എന്താ കർത്താവ് പറഞ്ഞത്? ഒരു കൽപ്പനാ രൂപത്തിലാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യണം. അത് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ്. ഇനിയും നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യം ഇതോട് ചേർത്ത്, ഇത്രയും മഹത്തായ സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ, ഈ 6 സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വ്യക്തമാക്കിയാൽ, ലോകത്തിൽ വന്നിട്ടുള്ള, ലോകത്തിൽ അവതരിച്ചു എന്നൊക്കെ പറയുന്ന പുണ്യപുരുഷന്മാരെന്ന് പറയുന്നവരുണ്ടല്ലോ, ആദാമിൽ നിന്ന് ജനിച്ച ഒരാളും പുണ്യപുരുഷനല്ല, സകലരും പാപികളാണ്. അപ്പോ ഇവിടെ വന്നു എന്ന് പറയുന്ന, ഇവിടെ ജീവിച്ചു എന്ന് പറയുന്ന അവതാര പുരുഷന്മാരെ കുറിച്ച്, പുരുഷന്മാരും
ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം? ഞാനിപ്പോ ഈ 6 സാക്ഷ്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ചരിത്രത്തിൽ വിശ്വസനീയമായ സാക്ഷ്യങ്ങൾ വേറെ ഒരു വ്യക്തിയെക്കുറിച്ചും പറയാൻ സാധിക്കില്ല. ലോകത്തിൽ ഒരു വ്യക്തിക്കും ലഭിക്കാത്ത മഹത്തായ സാക്ഷ്യം ആണ് യേശു ക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഒന്ന് ചിന്തിക്കണേ. വളരെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചെങ്കിലേ ഞാൻ ഈ പറയുന്ന ആശയം ഗ്രഹിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും, ഗ്രാസ്പിംഗ് പവർ അനുസരിച്ചിരിക്കും. കർത്താവ് പറയാണ്, ഇത്രയും സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജനം എന്നെ സ്വീകരിക്കുന്നില്ല? ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഈ ലോകത്തിൽ വേറൊരാൾക്കും ഇല്ലാത്ത അവദാനങ്ങളും ഇല്ലാത്ത മഹത്വവും ഉള്ള യേശുക്രിസ്തുവിനെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വാക്കുകൾ കൊണ്ട്, തിരുവെഴുത്ത് കൊണ്ട് വ്യക്തമായി അവതരിപ്പിച്ചാൽ, അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കാത്തത്? ചിന്തിക്കണേ. ഏതൊരു മനുഷ്യനെയും, ഏതൊരു വ്യക്തിയെ ഇങ്ങേയറ്റം നമുക്കറിയാമല്ലോ, ഇവിടെ ആൾ ദൈവങ്ങൾ ഇഷ്ടം പോലാണ്. അവർക്ക് ലക്ഷക്കണക്കിന് അനുയായികളാണ്. ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഒത്തിരി ആൾ ദൈവങ്ങൾ. അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും വലിയ ഭക്തഗണങ്ങളാണ്. കോടിക്കണക്കിന് പണമാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പ്രയാസം? ഇതൊരു വ്യക്തമായ ചോദ്യമല്ലേ? അതിൻ്റെ ഉത്തരമാണ് 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എല്ലാവരും എൻ്റെ കൂടെ അങ്ങ് വായിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യേണ്ട, മ്യൂട്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ കൂടെ അങ്ങ് വായിച്ചാൽ. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. 43-ാം വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവന് നിങ്ങൾ കൈക്കൊള്ളും. 44-ാം വാക്യം, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുവാൻ എങ്ങനെ കഴിയും? ഇവിടെ ആവർത്തിച്ചു വരുന്ന വാക്കുകളുണ്ടോ? എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എന്നെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ജനം കൈക്കൊള്ളുന്നില്ല? എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൽ ജനം വിശ്വസിക്കുന്നില്ല? അതിനുത്തരം കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുകയാണ്. 4 മറുപടികൾ ഈ 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ എന്തുകൊണ്ട് ജനം യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതിന് 4 ഉത്തരങ്ങൾ, 4 മറുപടികൾ കർത്താവ് നൽകുന്നുണ്ട്. അത് നമ്മൾക്കൊന്ന് നോക്കാം. ഒന്ന്, അവിടെ പറയുന്നു, നോക്കുക, 42-ാം വാക്യത്തിലാണ്. എന്താ? നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൈക്കൊള്ളാത്തത്. കേട്ടോ? നമ്മൾ തൊണ്ട കാറിക്കൂവി ചോര തുപ്പി നമ്മൾ പ്രസംഗിച്ചാലും 100 തിരുവെഴുത്തും അതുപോലെ തന്നെ ചരിത്രഭാഗങ്ങളും സാക്ഷ്യപ്പെടുത്തി യേശുക്രിസ്തുവാണ് സത്യ ദൈവം, യേശുക്രിസ്തുവാണ് സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി എന്ന് നമ്മൾ പ്രസംഗിച്ചാലും, നമ്മൾ മരിച്ചു വീണ് പ്രസംഗിച്ചാലും ഇവർ അംഗീകരിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവോട് വ്യക്തമാക്കുക, അവരുടെ ഉള്ളിൽ
ദൈവസ്നേഹം ഇല്ല. ദൈവസ്നേഹമുള്ള ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ അംഗീകരിക്കും. അപ്പോൾ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട, ആ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ആദ്യത്തെ യോഗ്യത ദൈവസ്നേഹം ഉള്ളിൽ ഉരുവാകുക എന്നുള്ളതാണ്. ഞാന് ഇതിന് 2 വചനങ്ങൾ, യോഹന്നാൻ അപ്പസ്തലൻ തന്നെ, ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ അപ്പസ്തലൻ തന്നെ പറയുന്ന 2 വേദഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ ഉദ്ധരിച്ചു പോകും. ഒന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. 1 യോഹന്നാൻ 4. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? ഇവിടെ ദൈവം ചുരുക്കം പേരേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, എന്തുകൊണ്ടാ? നമ്മൾ ആദ്യം അങ്ങോട്ട് സ്നേഹിക്കാൻ ചെന്നതാണോ? അല്ല. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ കർത്താവ് എന്നെ ആദ്യം സ്നേഹിച്ചു, എനിക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞു, ഈ ഭൂമിയിൽ വന്നു, എനിക്ക് വേണ്ടി ഇവിടെ ജീവിച്ചു, എന്റെ പാപം വഹിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. എന്നോടുള്ള സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. അവൻ എന്നെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട്, ഞാൻ ഒരു വാക്ക് കൂട്ടിച്ചേർത്ത് പറയട്ടെ, കർത്താവ് എന്നെ സ്നേഹിച്ചത്ര എനിക്ക് സ്നേഹിക്കാൻ പറ്റുകയില്ലെങ്കിലും കർത്താവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. നാം കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ, കർത്താവിനെ സ്വീകരിച്ചതിന്റെ അടിസ്ഥാന കാരണം എന്താ? കർത്താവ് നമ്മളെ ആദ്യം സ്നേഹിച്ചത് കൊണ്ടാണ്. 2, നോക്കുക, 1 യോഹന്നാൻ തന്നെ, യോഹന്നാന്റെ 1-ാം ലേഖനം തന്നെ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അവിടെ യോഹന്നാൻ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. എന്താ കാരണം എന്നറിയാമോ? ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, ലോകത്തിൽ യേശു കർത്താവിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവ് ഇവിടെ പറഞ്ഞു ദൈവസ്നേഹമില്ല. ദൈവസ്നേഹത്തിന് പകരം അവരുടെ മുമ്പിൽ കയറിയിരിക്കുന്ന, അവരുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന സ്നേഹം ഏതാ? ലോകത്തെ സ്നേഹിക്കുന്നതാണ്. ലോകത്തെ സ്നേഹിക്കുന്ന ഒരുത്തന് യേശു കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയില്ല, കർത്താവിനെ കൈക്കൊള്ളാൻ കഴിയും. നിങ്ങൾ വികസിപ്പിച്ചോ. എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലെ തന്നെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തെ സ്നേഹിക്കുന്നവൻ, കർത്താവ് പറഞ്ഞു നീ എന്നെ സ്നേഹിക്ക്, എന്നെ അനുഗമിക്കുന്ന ഒരു യുവപ്രമാണിയോട് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? നിനക്കുള്ളത് വിറ്റേച്ച് വന്ന് എന്നെ അനുഗമിക്കാൻ പറഞ്ഞോണ്ടേ അവിടെ എഴുതിയിരിക്കുന്ന ആ വാചകം ഞാനൊന്ന് ഉദ്ധരിച്ചേച്ച് അടുത്ത ആശയത്തിലേക്ക് പോകും. എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? അവൻ വലിയ ധനവാനായതുകൊണ്ട് ദുഃഖിച്ചു പോയി കളഞ്ഞെന്നാണ്. യേശുക്രിസ്തുവിനെ അവൻ അനുഗമിക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എന്താ? അവൻ വലിയ ധനവാനായിരുന്നത് കൊണ്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു എന്നാണ്. നോക്കണം, ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം കേട്ടാലും അംഗീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യേശു കർത്താവ് ഇവിടെ വ്യക്തമാക്കി, അവനിൽ ദൈവസ്നേഹം ഇല്ലാത്തതാണ്. 2-ാമത്തെ കാരണം നോക്കുക, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? കർത്താവ് യഹൂദ ജനത്തോട് പറയുക, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? 43-ാം വാക്യം നോക്കുക, യോഹന്നാൻ 5:43 വാക്യം. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അടുത്ത വാചകം എന്താ? ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അടുത്ത വാചകം എന്താ? ഇതാ എനിക്ക് പ്രയാസം ഉണ്ടാകുന്ന പുസ്തകം നോക്കണേ പ്ലീസ്. എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഞാൻ ചങ്കുവളന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത്
ഒന്ന് നോക്കി അതൊന്ന് പറയണം. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അടുത്ത വാചകം എന്താ? എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല? ഉത്തരം എന്താ? പിതാവിന്റെ ഞാൻ നാമത്തിൽ. എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. കണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ മറുപടി എന്താ? ഞാൻ എൻ്റെ സ്വന്തം നാമത്തിലല്ല, എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. ഇവിടെ വേറൊരു വലിയ കാര്യം കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ 43 വാക്യത്തിന്റെ 2-ാം ഭാഗം, മറ്റൊരുത്തൻ എന്ത് ചെയ്യും? സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പ്രാവചനിക സത്യമായി പറയുന്നത്. നമ്മുടെ ഈ ക്ലാസ്, നമ്മൾ ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഇതെല്ലാം ഓരോ വചനങ്ങൾ, ഇതൊക്കെ ഈ മാർക്കർ ഉണ്ടെങ്കിൽ ഈ മാർക്ക് ചെയ്തിട്ടിട്ട് പിന്നെ പഠിച്ച് നമ്മൾ പഠിക്കുകയും ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ 2 പേരുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ 43-ാം വാക്യത്തിൽ. 2 വ്യക്തികളുടെ വരവിനെ കുറിച്ച്. ആരൊക്കെയാണ്? ഒന്ന്, പിതാവിന്റെ നാമത്തിൽ വന്ന യേശു ക്രിസ്തു. 2, സ്വന്തം നാമത്തിൽ വരുന്ന മറ്റൊരുവൻ. കണ്ടോ? നമ്മളിത് വായിച്ചിട്ടുണ്ട്, ഈ വേദഭാഗമൊക്കെ വായിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇവിടെ 2 വ്യക്തികൾ വരികയാണ്. ഒന്ന്, പിതാവിന്റെ നാമത്തിൽ വന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ജനത്തിന് വേണ്ട. പിതാവിന്റെ നാമത്തിൽ വന്നവനെ ജനത്തിന് വേണ്ട. കർത്താവ് പറയുകയാണ്, പ്രാവചനികമായി പറയുകയാണ്, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അവന് നിങ്ങൾ കൈക്കൊള്ളും. ഇത് മുമ്പിൽ നിൽക്കുന്ന ആരാ? യേശു ക്രിസ്തു പറയുന്നത് കേൾക്കുന്ന ആരാ? യഹൂദന്മാരാണ്. ഇത് യഹൂദന്മാരോട് ബന്ധപ്പെടുത്തി കർത്താവ് പറയാണ്, കാലങ്ങൾ കടന്നു പോകും, എന്റെ സഭയെ ഞാൻ ഇവിടെ നിന്ന് ചേർക്കും. സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരുത്തൻ വരും, മറ്റൊരുത്തൻ വരും. അവൻ വരുന്നത് ദൈവത്തിന്റെ നാമത്തിലല്ല, അവൻ സ്വന്തം നാമത്തിൽ വരും. ആ സ്വന്തം നാമത്തിൽ വരുന്നവനെ നിങ്ങൾ കൈക്കൊള്ളും. ആ സ്വന്തം നാമത്തിൽ വരുന്നവൻ ആരാ? 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ തന്നെത്താൻ ദൈവമാക്കുകയാണ്. തന്നെത്താൻ ദൈവമാക്കുന്ന എതിരാളി. കണ്ടോ? ഇതാണ് സ്വന്തം നാമത്തിൽ വരുന്ന മറ്റൊരുത്തൻ. ആ നാമം കണ്ടോ? അവന്റെ നാമത്തിലാണ്. ഞാനാണ് ദൈവം. തന്നെത്താൻ ദൈവമാക്കുന്ന എതിരാളി. കാലങ്ങൾ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തു ചരിത്രത്തിലൂടെ മുന്നോട്ട് നോക്കിയിട്ടല്ല. കർത്താവ് ദൈവമാണല്ലോ. അപ്പോൾ യേശു കർത്താവിന് ഇതെല്ലാം അറിയാം. നോക്കണം, ജനം ആരെ കൈക്കൊള്ളും? സ്വന്തം നാമത്തിൽ വരുന്ന ആന്റി ക്രൈസ്റ്റ്, അഥവാ നമ്മുടെ മലയാളത്തിൽ അന്തിക്രിസ്തു എന്ന് പറയും. ആ അന്തിക്രിസ്തുവിനെ യഹൂദൻ കൈക്കൊള്ളും. പക്ഷേ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ വന്ന യേശു ക്രിസ്തുവിനെ അവർ കൈക്കൊള്ളുന്നില്ല. ഇതിന് പ്രാവചനികമായ ഒരുപാട് സത്യങ്ങളുണ്ട്. ഞാനിപ്പോ തെസ്സലോനിക്ക ലേഖനത്തിലെ ആ 2-ാം അധ്യായത്തിലെ ഭാഗത്തേക്ക് തിരിയുന്നേ ഇല്ല. സത്യം ജനം അംഗീകരിക്കുന്നില്ല. ആ ഭാഗത്ത് കൃത്യമായി പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ പറയുന്ന ഒരു കാര്യം, സത്യം വിശ്വസിക്കാതിരിക്കുവാൻ വ്യാജത്തിന്റെ ആത്മാവിന്റെ വ്യാപാരമുണ്ടായിട്ട് ദൈവമല്ലാത്ത ഇവനെ, അഥവാ ക്രിസ്തു അല്ലാത്ത ഇവനെ, മശിയ അല്ലാത്ത ഈ അന്തിക്രിസ്തുവിനെ അവർ മശിയായിട്ട് വിശ്വസിക്കും. പറയുകയാണ്. നോക്കണം, യോഹന്നാൻ 5-ൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ പഠന ഭാഗത്ത് പറയുകയാണ്,
ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ അവന്റെ സ്വന്തം നാമത്തിൽ വരും, താൻ ദൈവമാണെന്ന് പറഞ്ഞു വരും. നിങ്ങൾ അവനെ വിശ്വസിക്കും, നിങ്ങൾ അവനെ അംഗീകരിക്കും. അപ്പൊ രണ്ട് കാരണം എന്തുകൊണ്ട് ജനം കർത്താവിനെ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, കൈക്കൊള്ളുന്നില്ല എന്ന ചോദ്യത്തിന് രണ്ടു മറുപടികൾ നമ്മൾ കണ്ടു. ഒന്ന്, അവർക്കുള്ളിൽ ദൈവസ്നേഹം ഇല്ല. രണ്ട്, പിതാവിന്റെ നാമത്തിൽ വന്നതുകൊണ്ടാണ് അവർ യേശു കർത്താവിനെ അംഗീകരിക്കാതിരുന്നത്. മൂന്നാമത്, എന്തുകൊണ്ട് ജനം യേശു കർത്താവിന്റെ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ടും, നമ്മൾ പറഞ്ഞാലും കർത്താവ് പറഞ്ഞാലും, എന്തുകൊണ്ട് കർത്താവായ യേശുവിനെ കൈക്കൊള്ളുന്നില്ല? 44 വാക്യം നോക്കുക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങുന്നത് കൊണ്ട്. കണ്ടോ? തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങുന്നത് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നില്ല? തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇവിടെ രണ്ട് മറുപടികളുണ്ട്. അതിൽ ആദ്യത്തേത് ഞാൻ പറയാം. ഒന്നാമത്തേത് ഇതാണ്: നിങ്ങൾ എന്നെ കൈക്കൊള്ളാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടത് പരസ്പരമുള്ള ബഹുമാനമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മള് പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കണം. എന്താ കർത്താവിനെ സ്വീകരിക്കാത്തത്? എന്താണ് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവവചനത്തിലെ സത്യങ്ങൾക്ക് വേണ്ടി വേർതിരിയാനും ധീരമായി നിൽക്കാനും കഴിയാത്തത്? ഉത്തരം ഒന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒറ്റ വാചകത്തിൽ പറയാ: ആരെയും വെറുപ്പിക്കണ്ട, ആരെയും പിണക്കണ്ട. ഏത് ബഹുമാനമാണ് വേണ്ടിയത്? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്ത് പറയാൻ വേണ്ടിയത്. എന്റെ ദൈവമേ, കഷ്ടം. ഇതിനെല്ലാം നമ്മൾ മറുപടി പറയേണ്ട ഒരു ദിവസം ഉണ്ടോന്ന് ഓർത്തോണം കേട്ടോ. ഞാൻ ഒരു ഉദാഹരണം, പീലാത്തോസ് യേശുക്രിസ്തുവിനെ വെറുതെ വിടാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച ആളാണ്. കർത്താവിനെ ഉപദ്രവിക്കാതെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിവൃത്തികെട്ട് പറയുന്നുണ്ട്. അതൊക്കെ വായിച്ച് പഠിച്ചാലുണ്ടല്ലോ, ചിന്തിച്ചാലുണ്ടല്ലോ, എന്ത് അത്ഭുതകരമായ കാര്യമാണ്. അയാളെ ഒടുവിൽ പറയുന്നത്, ഒരു കാര്യം ചെയ്യും, അവനിൽ ഒരു ദോഷവും ഞാൻ കാണുന്നില്ല, ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടേക്കാം, ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടേക്കും. ശ്രദ്ധിച്ചോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അത് എന്തൊരു കഥയത്! തെറ്റൊന്നുമില്ല, പക്ഷെ ഞാൻ അവനെ അടുപ്പിക്കുമെന്ന്. തെറ്റില്ലാത്തവനെ അടുപ്പിക്കുമോ ആരെങ്കിലും? തെറ്റ് ചെയ്യാത്തവരെ അടിക്കുമോ? അവനിലൊരു കുറ്റവും ഇല്ല, പക്ഷെ ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കും. എന്താ കാരണം? പീലാത്തോസ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലും യേശുവിനെ ഒഴിവാക്കണം, ക്രൂശിൽ നിന്ന് ക്രിസ്തുവിനെ ഒഴിവാക്കണം. താൻ ആഗ്രഹിച്ച പരമാവധി പീലാത്തോസ് ആഗ്രഹിച്ചു. എന്നാൽ കൈ കഴുകിയിട്ട് ഒരു കുറ്റവും കാണുന്നില്ലെന്ന് ഒടുവിൽ പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്കാനാ പറഞ്ഞത്. എന്താ കാരണം? എന്താ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? എന്താ കാരണം? തനിക്ക് ബഹുമാനം വേണം. ആരുടെ ബഹുമാനം? ജനത്തിന്റെ ബഹുമാനം വേണം. തനിക്ക് കസേര വേണം, തനിക്ക് അധികാരം വേണം, ബഹുമാനം വേണം.
ഞാൻ എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആമേൻ. സ്തോത്രം. സത്യം സത്യമായി ഞാൻ വ്യക്തമാക്കട്ടെ. എന്തുകൊണ്ട് കർത്താവായ യേശുവിനെ ജനം കൈക്കൊള്ളുന്നില്ല? നമ്മുടെ കർത്താവ് താൻ തന്നെ വ്യക്തമാക്കുകയാണ്, നിങ്ങൾക്ക് പരസ്പരമുള്ള ബഹുമാനമാണ് ഇഷ്ടം. ഞാൻ ഒരു വാക്ക് ഇതിനോട് ചേർത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. വെറുപ്പ് സമ്പാദിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയും യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങരുത്. കേട്ടോ? അംഗീകാരം മോഹിക്കുന്ന ഒറ്റ വ്യക്തിയും യേശുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങരുത്. നിനക്ക് സമൂഹത്തിലുള്ള പേരും പദവിയും പെരുമയും ക്രിസ്തു നിമിത്തം ഉപേക്ഷിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നത്, കർത്താവിന്റെ ശിഷ്യയാകുന്നത്. കർത്താവ് ഈ ലോകം തരുന്ന ഒരു ബഹുമാനം എനിക്ക് വേണ്ട. ഇത് പറയാൻ, ഉലകമേ നീ ഉയർച്ച നൽകി ഉപചരിക്കേണ്ട, എന്നെ നീ ആകർഷിക്കേണ്ട, കുരിശെടുത്തൻ ഗുരുവിൻ പിൻപേ പോകണം, അല്ല എനിക്കും നാശവേറില്ല, എനിക്കും നാശവേറില്ല. ചെറിയാൻ സാർ എഴുതിയതാ. ഉലകമേ നീ ഉയർച്ച നൽകി എന്നെ ആദരിക്കണ്ട, കുരിശെടുത്തൻ ഗുരുവിൻ പിൻപേ പോകണം, അതല്ലാതെ എനിക്ക് വേറെ ആശയില്ല. കുരിശിനെ, വെറുപ്പിനെ, അപമാനത്തെ, നിന്ദയെ, മരണത്തെ സ്നേഹിക്കാത്ത ഒരാൾക്ക് യേശു കർത്താവിന്റെ ശിഷ്യരായിരിക്കുവാനോ കർത്താവിനെ സ്വീകരിക്കുവാനോ കഴിയില്ല. ചാർലി കിർക്കി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ വെടിയേറ്റ് മരിച്ചു. ആയിരങ്ങൾ, പതിനായിരങ്ങൾ കൂടിയിരിക്കുന്ന മഹാസദസ്സിൽ വെച്ചാണ് കഴുത്തിന് വെടിയേറ്റ് ആ മനുഷ്യൻ മരിച്ചത്. എവിടെ? തൊണ്ടയ്ക്ക്. താൻ യേശുവിന് വേണ്ടി സംസാരിക്കുന്ന ആ ശബ്ദം പുറത്തോട്ട് വരുന്ന ആ തൊണ്ടയ്ക്ക് വെടിയേറ്റ് മരിച്ചു ആ മനുഷ്യൻ. ഇതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം. തമ്മിലുള്ള ബഹുമാനം. ഇനി നാലാമത്തെ മറുപടി, നിങ്ങൾ എന്തുകൊണ്ട്, സ്തോത്രം, എന്നെ കൈക്കൊള്ളുന്നില്ല, എന്നിൽ വിശ്വസിക്കുന്നില്ല? 44 വാക്യത്തിൽ തന്നെ ഉണ്ട്, ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത്. ജനങ്ങളുടെ ബഹുമാനം വേണം, സമൂഹത്തിന്റെ ബഹുമാനം വേണം, കുടുംബാംഗങ്ങളുടെ ബഹുമാനം വേണം. കുടുംബത്തെ പിണക്കാൻ പറ്റുമോ? സമൂഹത്തെ പിണക്കാൻ പറ്റുമോ? അവരുടെ ബഹുമാനം വേണം, അല്ലേ? വേണ്ടാത്തതേതാ? ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം വേണ്ട. ദൈവത്തിൽ നിന്നുള്ള ബഹുമാനത്തിനു നേരെ പുറം തിരിഞ്ഞു നടക്കുന്നവർക്ക് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇതാണ് 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ ജനം കൈക്കൊള്ളാത്തതിന്റെ 4 കാരണങ്ങളായി. ഈ 4 കാരണങ്ങൾ തന്നെ ഒരു വലിയ പഠന വിഷയമല്ലേ? നിങ്ങൾ ഇതൊന്ന് വികസിപ്പിച്ച് ഏതെങ്കിലും മീറ്റിംഗിൽ ഒന്ന് പ്രസംഗിക്കുന്നത്, നിങ്ങൾ പ്രസംഗിക്കുന്ന എനിക്കൊന്ന് കേട്ടാ കൊള്ളായിരുന്നു കേട്ടോ.
അത്രയ്ക്ക് അത്യഗാധമായ ഒരു സത്യമാണ്. ഞാൻ പറയട്ടെ, ഷൈജൻ ബ്രദറെ, കുര്യാച്ചൻ ബ്രദറെ, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ജോസാറെ, എല്ലാവരോടും ഞാൻ പറയട്ടെ, ദൈവം ഈ ഭൂമിയിൽ അവഗണിക്കപ്പെട്ടവരെ ദൈവം ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ സമൂഹം വെറുത്തവരെ ദൈവം ബഹുമാനിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. അതുകൊണ്ട് മുമ്പിലുള്ള ആ ബഹുമാനത്തെ മാത്രം നോക്കി സമൂഹം തരുന്ന ആദരവുകളെ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവജനത്തിൽ ഇതെല്ലാം മറിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നില്ലേ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ജനം എന്തുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ 6ാമത്തെ സാക്ഷ്യം തിരുവെഴുത്തിന്റെ സാക്ഷ്യമാണ്. ഇതുവരെ പറഞ്ഞ ഈ 6 സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അതിന്റെ കാരണം 4 കാരണങ്ങൾ കർത്താവിടെ വ്യക്തമാക്കുകയാണ്. ഇനിയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യത്തിൽ 7ാമത്തെ സാക്ഷ്യം, അത് ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിലാണ്. അത് ആരുടെ സാക്ഷ്യമാണെന്നറിയാമോ? ദ വിറ്റ്നസ് ഓഫ് മോസസ്, മോശയുടെ സാക്ഷ്യം. നമുക്ക് വായിച്ചു പോകാം. 45-ാം വാക്യം മുതൽ. അൺമ്യൂട്ട് ചെയ്യേണ്ട, എന്റെ കൂടെ വായിച്ചാൽ മതി, ഞാൻ വായിക്കാം. ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. അടുത്ത 46-ാം വാക്യം. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ, കണ്ടോ, ഇത് കർത്താവ് കൃത്യമായിട്ട് പറയാം, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. എന്തുകൊണ്ട്? അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അഥവാ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, കാരണം അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇനി 47-ാം വാക്യം. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളിൽ ഈ അധ്യായത്തിൽ പറയുന്ന ഒടുവിലത്തെ സാക്ഷ്യം മോശയുടെ സാക്ഷ്യമാണ്. ഞാൻ അല്പം വേഗത്തിൽ പോകുമേ. ഇന്ന് നമ്മളിപ്പോ 47-ാം വാക്യത്തിൽ വന്നതുകൊണ്ട് ഈ അധ്യായം തീരുകയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു. മോശ കർത്താവായ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ പലവട്ടം റോമാലേഖനം പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് മോശ പറഞ്ഞിരിക്കുന്ന എവിടെയാണ്? ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലാണ്. ആവർത്തനം 18-15. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. എന്നെ പോലൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിനും 1500 കൊല്ലങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന മോശ ഇസ്രായേൽ ജനത്തിന് വചനം നൽകിയതാണ്. ആ സത്യം തലമുറകളായി ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ
കേട്ട് കേട്ട് യേശു കർത്താവ് വന്ന് അവരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും അവർ കേട്ടിട്ടുള്ള, അവർക്കറിയാവുന്ന ഒരു സത്യമാണ് മോശയെ പോലൊരു പ്രവാചകൻ വരുമെന്ന്. നമുക്കറിയാം, നമ്മൾ പലയിടത്തും വായിച്ചല്ലോ. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ പഠിച്ചപ്പോൾ ചിന്തിച്ച ഒരു കാര്യമാണ്. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ആളയച്ച് ന്യായശാസ്ത്രികളും പരീശന്മാരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്: നീ ആ പ്രവാചകനാണോ? നീ ആ പ്രവാചകനാണ്. യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്, പത്രോസിനോടും മറ്റ് ശിഷ്യന്മാരോടും ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ ഇരമ്യാവ്, ചിലർ ഏലിയാവ്, ചിലർ യോഹന്നാൻ സ്നാപകൻ, ചിലർ ആ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്. ഉണ്ടോ? ആ പ്രവാചകൻ. പലയിടത്തും ഈ പ്രയോഗമുണ്ട്. ആ പ്രവാചകൻ എന്താ എന്റെ അർത്ഥം എന്തറിയാമോ? ആ പ്രവാചകൻ എന്ന് ഉദ്ദേശിച്ചത് മോശ പറഞ്ഞ പ്രവാചകനാണ്. എന്നെപ്പോലൊരു പ്രവാചകനെന്ന് മോശ പറഞ്ഞത് ചൂണ്ടിയാണ് ജനം ചോദിച്ചത്, നീ ആ പ്രവാചകനാണോ എന്ന് ചോദിക്കാൻ സംഗതിയായി തീർന്നത്. അപ്പോൾ ജനത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്താ? മോശ വരും എന്ന് പ്രതീക്ഷ. രണ്ടുപേരുടെ വരവിനെ ജനം പ്രതീക്ഷിച്ചിരുന്നു. ആരൊക്കെ? ഒന്ന്, ഏലിയാവ് വരുമെന്നും, രണ്ട്, മോശ വരുമെന്നും. മെശിഹ വരുന്നതിന് മുമ്പ് ഏലിയാവ് വരും. നോക്കോ, നിങ്ങള് ഇപ്പം എടുക്കണ്ട, മലാഖി 3-ാം അധ്യായത്തിന്റെ 1 നോക്കി. ഏലിയാവ് വന്ന് ജനഹൃദയങ്ങളെ തമ്മിൽ പരസ്പരം യോജിപ്പിക്കുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ മോശയും വരുമെന്ന്. ഇവിടെ കർത്താവ് പറഞ്ഞ വാചകം നോക്കിയേ. എന്താ? എല്ലാവരും ബൈബിളിലോട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ? 45-ാം വാക്യം മുതൽ 47-ാം വാക്യം വരെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടല്ലോ, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ആ ശോധന ചെയ്യുന്ന തിരുവെഴുത്തിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ ഉള്ളത് മോശയുടെ എഴുത്തുകളാണ്. 5 പുസ്തകങ്ങൾ. കർത്താവ് പറയാണ്, മോശ എഴുതിയ തിരുവെഴുത്തുണ്ടല്ലോ, ന്യായപ്രമാണം എന്ന് പറയുന്ന ആ 5 തിരുവെഴുത്തുകളിൽ മോശ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ മോശ എഴുതിയിട്ടുണ്ട്? ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളിലെ ഓരോ കാര്യങ്ങളും ഞാൻ പറയണം. ഞാൻ നിസ്സഹായനാണ് കേട്ടോ. കാരണം ഈ ക്ലാസ് എവിടെ കൊണ്ട് നിർത്തും? നിസ്സഹായനാണ്. നോഹ പണിത പെട്ടകം അത് എഴുതിയത് മോശയാണ്. പുറപ്പാട് പുസ്തകത്തിലെ പെസഹ കുഞ്ഞാട് മോശയാണ് അത് എഴുതിയത്. പിന്നെ ലേവ്യ പുസ്തകത്തിലെ മഹാപുരോഹിതനും യാഗങ്ങളും അത് മോശയാണ് എഴുതിയത്. അത് ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ഈ പെട്ടകം ആരാ? ന്യായവിധിയിൽ നിന്ന് മനുഷ്യന് രക്ഷ നൽകുന്ന പെട്ടകം ആരാ? യഥാർത്ഥ പെസഹ കുഞ്ഞാട് ആരാ? യഥാർത്ഥ യാഗമാരാ? യഥാർത്ഥ മഹാപുരോഹിതനാരാ? സംഖ്യാപുസ്തകത്തില് അടിക്കപ്പെട്ട പാറ, സ്വർഗത്തിൽ നിന്ന് വീണ മന്ന, ഇത് നമ്മൾ പഠിക്കാൻ പോവാ. ഇതൊക്കെ ആരാ? ഇതൊക്കെ ആരെ കാണിക്കുന്നതാണ്? ആവർത്തന പുസ്തകത്തിൽ എന്നെ പോലെ ഒരു പ്രവാചകൻ. നോക്കണം, ഇവിടെ എല്ലാം ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? പറയാണ്, എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആ വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരാളത്വ രൂപത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ മോശ എഴുതിയാള് ഒരു വ്യക്തിത്വം, ഒരാളത്വം സ്വീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾ മോശയെ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത്. മോശയെ നിങ്ങൾ വിശ്വസിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു. ഇവിടെ ഞാൻ ആ ഭാഗത്ത് പ്രധാനമായിട്ടും
പറയാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം 43-ാം വാക്യത്തിലുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ഈ വലിയ ആനയായിട്ട് മോശയെ കാണുന്നത്. എന്നാൽ ഞാൻ വന്നു, നിങ്ങൾക്ക് എന്നെ ഒരു വിഷയമല്ല. അവിടെ 43-ാം വാക്യത്തിൽ കർത്താവ് മോശയെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എല്ലാവരും മനസ്സിലാക്കണേ, ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. എന്താ? നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവനാ മോശ. കണ്ടോ? 43-ാം വാക്യത്തിൽ എന്താ? 43-അല്ല, 45-ാം വാക്യം. 45-ാം വാക്യം. ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ നിങ്ങളെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ കുറ്റം ചുമത്താനല്ല വന്നത്. അടുത്ത വാചകം നോക്കിയേ. നിങ്ങളെ കുറ്റം ചുമത്തുന്ന ആരാ? നിങ്ങളെ കുറ്റം ചുമത്തുന്നത് മോശയാണ്. ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. അവരെ കുറ്റപ്പെടുത്തുന്ന മോശയെ അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവരെ കുറ്റം വിധിക്കാനല്ല, അവരുടെ കുറ്റങ്ങൾക്ക്, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വന്ന യേശു ക്രിസ്തുവിനെ അവർക്ക് വിശ്വാസമില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ എത്രയോ മഹത്തായി. ഞാൻ സാധാരണ പറയാറുണ്ട്, എടുത്താ പൊന്നാത്ത സത്യങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ കർത്താവ് പറഞ്ഞ ഈ ആശയം ഒറ്റ വാചകത്തിൽ പറയാം. എന്താ മോശ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നത്? ഈ ന്യായപ്രമാണം 5 പുസ്തകങ്ങളാണല്ലോ. ഉൽപ്പത്തി മുതൽ ന്യായപ്രമാണം വരെയുള്ള 5 പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു യഹൂദന് മനസ്സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എത്ര നമ്മുടെ റോമാലേഖനം പഠിച്ചപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം, എത്ര ഭക്തിയോടെ ജീവിച്ചാലും, എത്ര വിശുദ്ധനായി ജീവിച്ചാലും, എത്ര ന്യായപ്രമാണം മുഴുവൻ വള്ളിപുള്ളി വിസർഗം തെറ്റാതെ പാലിച്ചാലും, അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? മോശ തെറ്റിയാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി? ഒന്നിൽ തെറ്റിയാൽ സകലതിലും തെറ്റി. എന്താ? 100 99 പാലിച്ചു, 100-ാമതൊന്ന് തെറ്റിച്ചാൽ മോശ പറയുന്നത് നിന്നെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പൊ കുറ്റപ്പെടുത്തുന്നത് ആരാ? ഉദാഹരണം 8-ാം അധ്യായത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ പഠിക്കും. മോശയുടെ ന്യായപ്രമാണം എടുത്തോണ്ട് ഒരു സ്ത്രീയെ പിടിച്ച് കല്ലുമായിട്ട് വന്ന് നിൽക്കുക. ഞങ്ങളുടെ മോശ പറഞ്ഞു ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. കണ്ടോ? പാപം ചെയ്തവളെ കുറ്റപ്പെടുത്തുന്ന ഒരു ജനസമൂഹം. എന്നാൽ അവരുടെ മുമ്പിൽ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഇതൊക്കെ നിങ്ങൾ എത്രമാത്രം ഹൃദയ സന്തോഷത്തോടു കൂടെയാ കേൾക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനത് ഹൃദയ സന്തോഷത്തോടു കൂടെ പറയാം. കല്ലെറിയാൻ വന്ന അവര് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത് ചുവന്ന മഷിക്ക് അടിവര കൊടുത്ത് വായിക്കേണ്ടത് എന്താ? ഞങ്ങളുടെ മോശയുടെ ന്യായപ്രമാണം പറയുന്നു ഇവളെ കൊല്ലണം, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ കർത്താവ് എഴുത്തൊക്കെ എഴുതി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒടുവിൽ തല ഉയർത്തിയിട്ട് കർത്താവ് നോക്കിയപ്പോ ഒറ്റ ഒരുത്തനും ഇല്ല, എല്ലാരും പോയി. കർത്താവ് അവരോട് ചോദിക്കുക, മകളെ നിന്നെ ആരും കുറ്റം വിധിച്ചില്ലയോ? അടുത്ത വാദ്യം, ഞാനും നിന്നെ നിനക്ക് കുറ്റം ചുമത്തുന്നില്ല. എന്താ പറഞ്ഞേ? നീ ആശ്രയം വെച്ച, നീ പ്രത്യാശ വെച്ച മോശ നിന്നെ കല്ലെറിയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറയുക, മോളെ ഞാൻ നിന്നെ കല്ലെറിയാൻ കൂട്ടുനിൽക്കുകയില്ല. നീ ചെയ്ത പാപത്തിനൂടെ ഞാൻ മരിക്കാൻ പോവുക. ഇതാണ് യേശു ക്രിസ്തുവും മോശയും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നിട്ടും അതാണ്
കർത്താവ് പറഞ്ഞത്, എന്നിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അതിന്റെ ന്യായമായ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ, മോശയുടെ എഴുത്തുകളെ നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ 7ാമത്തെ സാക്ഷ്യം ഈ 31 വാക്യം മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ കുറിച്ച് താൻ ഉൾപ്പെടെ മറ്റ് സാക്ഷ്യങ്ങൾ ഉൾപ്പെടെ കർത്താവ് പറയുകയാണ്, എനിക്ക് അനുകൂലമായി 7 സാക്ഷ്യങ്ങളും, എന്നിട്ടും ആ ജനം കർത്താവിൽ വിശ്വസിച്ചില്ല. ഏറ്റവും ദയനീയമായ ഏറ്റവും ദയനീയം എന്ന് പറഞ്ഞാൽ പോലോ, ഏറ്റവും ദുഃഖകരമായ ഒരനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് ദൈവപക്ഷത്ത് നിന്ന് ഈ ജനത്തെ നോക്കി ദുഃഖിക്കുകയാണ്. ഇത്രയും സാക്ഷ്യങ്ങൾ കേട്ടിട്ടും അവർ വിശ്വസിച്ചില്ല. ഇനിയും ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് വിട്ട് 7 സാക്ഷ്യങ്ങളാണല്ലോ നമ്മളിവിടെ കണ്ടത്. ഇനി 3 സാക്ഷ്യങ്ങൾ കൂടെ നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ, ഏത് പുസ്തകം? യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ തുടർന്നു വരുന്ന ഭാഗത്തു നിന്ന്, ഇതുവരെ ചിന്തിച്ചതല്ല, തുടർന്നു വരുന്ന ഭാഗത്തു നിന്ന് വചനങ്ങൾ വായിച്ച് പോകാൻ ആഗ്രഹിക്കുക. 12-ാം അധ്യായം എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കി. 12-17. അവൻ ലാസറെ കല്ലറയിൽ നിന്നും വിളിച്ചു മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. പുരുഷാരത്തിന്റെ സാക്ഷ്യം. ഏത് പുരുഷാരം? ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിച്ചു പുറത്തു കൊണ്ടുവരുന്നത് കണ്ട വ്യക്തികളുടെ സാക്ഷ്യമാണ്. ആ പുരുഷാരത്തിന്റെ സാക്ഷ്യം. കാണാമറയത്തല്ല കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്, ജനസമക്ഷത്ത് വെച്ചാണ് കർത്താവ് അത്ഭുതം ചെയ്തത്. കണ്ടോ എങ്ങനെയാണ് ജനപുരുഷാരം? യഹൂദന്മാരുടെ ട്രഡീഷൻ മനസ്സിലാക്കിയെങ്കിലേ അത് അറിയത്തുള്ളൂ, അത് ഈ ഭാഗം ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ 12-ാം അധ്യായം 11-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഈ യഹൂദന്മാരുടെ രീതിയാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി വിലാപം കഴിക്കുക എന്നുള്ളത്. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിമാരോടൊപ്പം വിലപിക്കാൻ യഹൂദന്മാർ അവിടെ വന്നിരുന്നു. 4-ാം ദിവസം കർത്താവായ യേശുക്രിസ്തു കല്ലറയ്ക്കൽ ചെല്ലുമ്പോഴും ഈ ജനം യേശുവിനോടൊപ്പം കല്ലറയ്ക്കൽ ചെല്ലുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ജനം ഇങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ അവരുടെ കല്ലറയ്ക്കൽ ചെന്ന് വിലപിക്കുക ഒരു പതിവാണ്, അവരുടെ ഒരു സമ്പ്രദായമാണ്. അങ്ങനെ ചെന്ന ജനമാണ്. ആ ജനം നോക്കി നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ലാസറെ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു, അവന്റെ കെട്ടഴിച്ചു, അവൻ പോയി. 12-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് അവൻ കർത്താവിനോടുകൂടെ പന്തിയിൽ ഇരിക്കുന്ന രംഗമാണ്. അത് കണ്ട പുരുഷാരം 12-17. ആ പുരുഷാരം ഏത്? ലാസറിനെ ഉയർപ്പിച്ചു തൻ്റെ കൂടെ ആ ലാസർ പന്തിയിലിരുന്ന് ആ ഡിന്നർ എന്ന് പറയാൻ പറ്റുമോ? ആ സദ്യ അത് കഴിക്കുന്നത് കണ്ട ജനം വിളിച്ചു പറയുകയാണ്. അതാണ് നമ്മളിവിടെ കണ്ടത്. 12-17 വാക്യത്തിൽ കണ്ടത്. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു.
എന്നിട്ട് എന്താ പ്രയോജനം? നിങ്ങൾ ശ്രദ്ധിച്ചോ? 12-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം. എന്നിട്ട് എന്താ പുണ്യം? ഞങ്ങളുടെ കണ്ണിന് കണ്ടതാണ്, കല്ലറയ്ക്കകത്തുനിന്ന് യേശുക്രിസ്തു ഇവനെ വിളിച്ചു പുറത്തു കൊണ്ടിരുന്നത് ഞങ്ങൾ കണ്ണിന് കണ്ടതാണ് എന്ന് ഈ പുരുഷാരൻ സാക്ഷ്യം പറഞ്ഞിട്ട് എന്തായത്? യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച് ലാസറിനെയും കൊല്ലാൻ പറഞ്ഞത് വിശ്വസിക്കുകയായിരുന്നോ ചെയ്തത്? ആണോ ചെയ്തത്? അല്ല. പുരുഷാരത്തിന്റെ സാക്ഷ്യം. ഇനിയും 9-ാമത്, ഇപ്പൊ 8-ാമത്തെ സാക്ഷ്യം, പുരുഷാരത്തിനെ, ലാസറിനെ ഉയർപ്പിച്ചത് കണ്ട പുരുഷാരത്തിന്റെ സാക്ഷ്യം. 9, 21-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. 21-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു. അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ 3 വാചകവും ഓരോ ആശയങ്ങളാ അല്ലേ? ഈ 3 വാചകങ്ങളും ഓരോ ആശയങ്ങളാ, ഓരോ പോയിന്റ്സ് ആണ്. നാടൻ ഭാഷയിൽ പറഞ്ഞ ഒന്ന്, ഈ ശിഷ്യൻ സാക്ഷ്യം പറഞ്ഞു. ആരാ? യോഹന്നാൻ. 2, ഈ ശിഷ്യൻ ഇതെഴുതിയവൻ. 1 സാക്ഷ്യം പറഞ്ഞു, 2 എഴുതി. 3-ാമത് പറയുന്നത് എന്താ? അവന്റെ സാക്ഷ്യം സത്യമാണ്. എന്തുകൊണ്ട് ഇത് സത്യമാണ്? യോഹന്നാൻ എഴുതിയത് മുഴുവൻ തന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതുകൊണ്ട് യോഹന്നാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുകയാണ്, ഇതെഴുതിയ എന്റെ ഈ സാക്ഷ്യം 100 അല്ല 101% സത്യമാണ്. ഈ പുസ്തകം എഴുതിയ യോഹന്നാന്റെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തെക്കുറിച്ച് മറ്റു പല ഭാഗത്തും ഉണ്ടെങ്കിലും ഞാൻ 2 വചനം പറയാം. യോഹന്നാൻ 15-ന്റെ 27-ാം വാക്യത്തിൽ, യോഹന്നാൻ 15-27, കർത്താവായ യേശുക്രിസ്തു തന്റെ മുമ്പിലിരിക്കുന്ന 11 പേരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ ഇരുന്ന. 27-ാം വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിച്ചേ. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട്, നിങ്ങൾ ആദ്യം മുതൽ എന്നോട് കൂടെ എന്റെ കൂടെ നടന്നു, വെള്ളം വീഞ്ഞാക്കിയതും ഞാൻ രാജഭൃത്യന്റെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും ഇപ്പൊ ഈ 9-ാം അധ്യായത്തിൽ ഇപ്പോ നമ്മൾ കണ്ട ആ തളർവാദ രോഗിയെ സൗഖ്യം, നിങ്ങൾ ഇതെല്ലാം കണ്ടവരാണ്. ആദ്യം മുതൽ നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കുന്നവരാകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യാം? നിങ്ങളും സാക്ഷ്യം പറയാം. യോഹന്നാൻ ഇത് കണ്ടവനാണ്, ദൃക്സാക്ഷി എന്ന് തനി മലയാളത്തിൽ പറയാം. ഇനിയും ഒരു വചനം കൂടെ, അത് വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്യം നമുക്ക്. 1 യോഹന്നാൻ 1-ാം അധ്യായം എടുത്ത്, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യൂട്യൂബിൽ എൻ്റെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, തുടർന്ന് കേൾക്കാൻ പോകുന്നവരോട് ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, ബൈബിളിലെ സാക്ഷ്യം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷകന്മാർ, അപ്പസ്തലന്മാർ, പുതിയ നിയമ എഴുത്തുകാർ എഴുതിയത് നീ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ്? അവർ ഭാവനയിൽ നിന്ന് എഴുതിയതല്ല, സങ്കല്പത്തിൽ നിന്ന് എഴുതിയല്ല, അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, അവരുടെ കൈ കൊണ്ട് തൊട്ടതാണ്, അവരുടെ നാവ് കൊണ്ട് രുചിച്ചതാണ്. നീ ഇത് വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് യോഹന്നാന്റെ സാക്ഷ്യമാണ്. ഇനിയും ഒന്നുകൂടെ പറയാം, 10-ാമത്തെ സാക്ഷ്യം. യോഹന്നാൻ എഴുതിയ
സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ കണ്ടല്ലോ, ആദ്യം മുതൽ നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളും എന്ത് ചെയ്യുക, എന്നെ കുറിച്ച് സാക്ഷ്യം പറയുക, എന്റെ സാക്ഷികളാകണം. ആദ്യം മുതൽ നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കുന്നവരാകെ കൊണ്ട് നിങ്ങളും എന്റെ സാക്ഷികളാണ്. ഇതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം ആരാണെന്നറിയാമോ? പത്രോസ് ലീഹയാണ്. 10-ാമത്തത് പത്രോസിന്റെ സാക്ഷ്യം. എന്റെ സഹോദരങ്ങളെ, ഈ പത്രോസ് അപ്പോസ്തലന്റെ സാക്ഷ്യത്തെ കുറിച്ച് തന്നെ ഞാനൊരു പഠനം നടത്തിയപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ പത്രോസിന്റെ സാക്ഷ്യത്തിന് കുറേയേറെ വിലയുണ്ട്, ഒത്തിരി മഹത്വം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം, ഒരു സ്ത്രീ വന്ന്, എൻ്റെ പിതാവ് പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള വാക്ക് ഒരു തൂപ്പുകാരി പെണ്ണെന്നാണ് എൻ്റെ പിതാവ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു തൂപ്പുകാരി പെണ്ണിന്റെ മുമ്പിൽ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. അത്രയ്ക്ക് തൻ്റെ ജീവനിൽ കൊതിയുള്ളവനാണ്, തൻ്റെ ജീവനെ അപായപ്പെടുമോ എന്ന് പേടിയുള്ളവനാണ്. പക്ഷേ ഈ പത്രോസ് സാക്ഷ്യം പറഞ്ഞു. ഈ പത്രോസിനോടുകൂടെ കർത്താവ് പറഞ്ഞത്, പ്രവൃത്തി 1:8 നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകുകയും. ദൈവത്തിന് സ്തോത്രം. ഈ പത്രോസ് സാക്ഷ്യം പറഞ്ഞത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ ഒരു 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 നീണ്ട പട്ടികയുണ്ട് കേട്ടോ. നമുക്കറിയാമല്ലോ, ഈ 12-ാം അധ്യായം വരെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ പത്രോസിന്റെ പ്രവർത്തികളാണ്. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. നിങ്ങള് പ്രവർത്തികളുടെ പുസ്തകത്തെ കുറിച്ച് ഒരു പഠനത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. 12-ാം അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്നത് പത്രോസ് ലീഹയാണ്, പത്രോസ് അപ്പോസ്തലനാണ്. ആ പത്രോസിന്റെ സാക്ഷ്യം നിങ്ങള് ഒന്ന് വായിക്കണം. 2-ാം അധ്യായത്തില് 40-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മറ്റു പല വാക്കുകളാലും അവർ എന്ത് ചെയ്തു, സാക്ഷ്യം പറഞ്ഞു എന്ന് പറയുന്നു. ആരാ? പത്രോസും കൂട്ടരുമാണ്. മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞു. പിന്നെ 32-ാം വാക്യത്തിൽ, 2-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പത്രോസിന്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പത്രോസ് ലീഹ പറയുന്നത് കണ്ടോ? 32-ാം വാക്യം, യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, ആ അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആ യേശുക്രിസ്തുവിനെ കണ്ടവനാ ഞാന്. അതിന് ഞാൻ സാക്ഷിയാണ്. ദൈവം എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ചരിത്രമൊക്കെ പറയാൻ താല്പര്യമുണ്ടെങ്കിലും പറയാൻ വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. യോഹന്നാൻ 20-ാം അധ്യായത്തിലുണ്ട്, ചില സഹോദരിമാര് വന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോ ആദ്യം കല്ലറയ്ക്കൽ ഓടിയെത്തുന്നത് ഇവർ രണ്ടുപേരാണ്, പത്രോസും യോഹന്നാനുമാണ്. പത്രോസിനേക്കാൾ മുമ്പേ എത്തിയത് യോഹന്നാനാണ്. രണ്ടുപേരും എത്തി കല്ലറയ്ക്കകത്തോട്ട് നോക്കിയപ്പോ തുണിയല്ലാതെ യേശുവിനെ കാണാനില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പുനരുത്ഥാനത്തെ വ്യക്തമായി അറിഞ്ഞതിന് ശേഷമാണ് പത്രോസ് പറഞ്ഞത്, ദ്രവത്വം കാണാതെ യേശുവിനെ നമ്മുടെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതിന് കേട്ടറിവല്ല, കണ്ടവനാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എനിക്ക് നേരിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കണമെന്ന്, നീ എൻ്റെ ആടുകളെ പാലിക്കണമെന്ന്, നീ എൻ്റെ അജപാലകനായിരിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് പറയുകയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പത്രോസിന്റെ ഈ സാക്ഷ്യം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ന്യായാധിപ സംഘത്തിന്റെ ഒക്കെ മുമ്പിൽ നിന്ന് കേട്ടോ, ഞാൻ മുമ്പ് പറഞ്ഞത് ഇതുകൂടെ ചേർത്ത് വെക്കണം.
ഒരു പെണ്ണിന്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞവനാണ്. മഹാപുരോഹിതന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന്റെ സാക്ഷി ഞാനാണ് എന്ന് താൻ പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾ നോക്കൂ, 4-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ ഈ മഹാപുരോഹിതന്മാരൊക്കെ അപ്പോസ്തലന്മാർ ആ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് എന്ത് ചെയ്തു? സാക്ഷ്യം പറഞ്ഞു വന്നു. എങ്ങനാ സാക്ഷ്യം പറഞ്ഞത്? ശക്തിയോടെ സാക്ഷ്യം പറഞ്ഞു വന്നു. ഇനിയും നിങ്ങള് തുടർന്ന് വായിച്ചാൽ 5-ാം അധ്യായത്തിലൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5:31 കണ്ട് 5-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കൈയാൽ ഉയർത്തിയിരിക്കുന്നു. എന്തോ ദൈവത്തിന് സ്തോത്രം. അവിടെ നിർത്തിയോ? ഇല്ല. ദൈവം അവനെ തന്റെ വലങ്കൈയാൽ ഉയർത്തിയിരിക്കുന്നു. 32-ാം വാക്യം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും പിന്നെ ദൈവം തന്നെ അനുസരിക്കുവാൻ നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. ഈ സത്യത്തിന് ഞങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷികൾ. തൻ്റെ ഇടത്തോട് ഇത് പറയുന്ന ഈ സമയത്ത് നിങ്ങൾ നോക്കണം, 26-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ അവിടെ ഒന്ന് മാറാം. 26-ാം വാക്യം നോക്കിയേ. ഇല്ല, പടനായകൻ ഇല്ല, സോറി, 28-ാം വാക്യം. 28. ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, ഇവരുടെ ഉള്ളിലെ കുറ്റബോധം കണ്ടോ? ആ മനുഷ്യന്റെ രക്തം ആരുടെ? യേശുക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ തലയെ വരുത്താനായിട്ട് നിങ്ങൾ ഈ ഉപദേശം കൊണ്ട് ഇവിടെ നിറച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാ ഇത് പറയുന്നത്? 27-ാം വാക്യം. ന്യായാധിപ സംഘത്തിലിരുന്ന് മഹാപുരോഹിതൻ ഉൾപ്പെടെയുള്ള സെനദ്രീം സംഘമാണ് പറഞ്ഞത്. എന്നിട്ട് അവരോട് അമർച്ചയായി കൽപ്പിച്ചു, നിങ്ങൾ ഈ നാമത്തിൽ ഇനി മേലാൽ സംസാരിച്ചു പോകരുത് എന്ന് പറഞ്ഞു. അപ്പോഴ് പത്രോസ് ചോദിക്കുന്ന ചോദ്യം കണ്ടോ? 29-ാം വാക്യം. പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ. മതി ബ്രദറെ, ഞാൻ ആ പ്രസക്തമായ ചോദിച്ച ഇത്രയേ ഉള്ളൂ. മഹാപുരോഹിതന്റെ നെറ്റിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പത്രോസ് ചോദിച്ച ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ആരെ അനുസരിക്കണം? നിങ്ങളെ അനുസരിക്കണോ? ദൈവത്തെ അനുസരിക്കണം. ഇതാണ് എൻ്റെ സഹോദരങ്ങളെ. നമ്മുടെ സമയം തീരുകയാണല്ലോ. ഞാന് പറഞ്ഞൊക്കെ തീർക്കണ്ട പ്രിയപ്പെട്ടവരെ. ഇതാണ് ധൈര്യം എന്ന് പറയുന്നത്. കേട്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെ അനുസരിക്കണം? ഈ ഭൂമിയിലെ ഏതു വലിയ വ്യക്തിയുടെ, ഞാൻ പറയട്ടെ, മനുഷ്യരെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, അധികാരികളെ അനുസരിക്കണം. വേദപുസ്തകം ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കളെ അനുസരിക്കണം, അധികാരികളെ അനുസരിക്കണം, രാജാക്കന്മാർക്കും ശ്രേഷ്ഠാധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കണം. ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം. പക്ഷെ ഒറ്റ കാര്യത്തിൽ മറ്റാരെയും അനുസരിക്കേണ്ട, ഒരാളെ മാത്രം അനുസരിച്ചാൽ മതി. ഏത് കാര്യത്തിലാണെന്നറിയാം? കർത്താവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ. ആരൊക്കെ എതിർത്തു നിന്നാലും കർത്താവിനെ അനുസരിക്കാൻ തയ്യാറുണ്ട്. പത്രോസ് വ്യക്തമാക്കിയതാണ്. ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഞാനൊരു വലിയ സത്യം പറയട്ടെ.
കേസരിക്കകത്ത് വന്ന ലേഖനങ്ങളെ കുറിച്ചൊക്കെ പത്രത്തിലും ചാനലിലും ഒക്കെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വ്യക്തമാക്കുക കേട്ടോ. കാറ്റിങ്ങോട്ട് വരുന്നുണ്ട്. ജാർഖണ്ഡിൽ ഇന്നലെയും ഒരു പാസ്റ്ററെ അടിച്ച് കൈയൊടിച്ചു കേട്ടോ. കാറ്റിങ്ങോട്ടും വീശിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത്, ദൂരെയൊന്നുമല്ല, കോട്ടയത്ത് ദൈവവചനം പ്രസംഗിച്ച ദൈവദാസന്മാരുടെ പാസ്റ്റർമാരുടെ ഫോൺ മേടിച്ച് തറയിലെറിഞ്ഞ് ഉടച്ചു കളഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ടല്ലോ, തല പോയാലും ബലേബേഷ്, യേശുവിനെ സാക്ഷിക്കും കേട്ടോ. എന്തുകൊണ്ട്? ഞങ്ങളുടെ മതത്തിന്റെ നേതാവായതുകൊണ്ടല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളായതുകൊണ്ടല്ല യേശുവിനെ പ്രസംഗിക്കുന്നത്, യേശുവിനെ സാക്ഷിക്കുന്നത്. സാക്ഷിക്കാൻ കൊള്ളാകുന്നവനായതുകൊണ്ട്. ഇവനല്ലാതെ പാപിയെ രക്ഷിക്കാൻ വേറൊരു രക്ഷാ മാർഗമില്ല. അതുകൊണ്ട് അന്ത്യശ്വാസം വരെ ഈ കർത്താവിനെ ഞങ്ങൾ സാക്ഷിച്ചിരിക്കും. അടിമ ബാലികയായി അരാം രാജ്യത്തേക്ക് പിടിച്ചുകൊണ്ടു പോകപ്പെട്ട നയമാന്റെ വീട്ടിലെ അടിമ പെങ്കൊച്ച് അവള് പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കൽ ചെന്നാൽ യജമാനന്റെ കുഷ്ഠം മാറും. രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു തീരുമാനമെടുക്കുക. എവിടെയായിരുന്നാലും, ആരുടെ മുമ്പിലായിരുന്നാലും, കാൽവരിയിലെ കൊലക്കളത്തിൽ എന്റെ പാപം വഹിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു എന്റെ രക്ഷിതാവാണ്. നീ അവന്റെ അടുക്കൽ ചെന്നാൽ നിന്റെ പാപത്തിന് പരിഹാരം വരും. ഇത് പറയാനുള്ള ബാധ്യതയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത്. ആ പറഞ്ഞ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ ഉപസംഹരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, നമ്മുടെ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.